ഏപ്രിൽ 5-ാം തീയതി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കാൻ കഴിയേണ്ടതായിരുന്നു. ആ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം ജിഷ്ണു പ്രണോയിയുടെ വേർപാടുമായി ബന്ധപ്പെട്ട വിഷയത്തെ ദുരുദ്ദേശത്തോടുകൂടി രാഷ്ട്രീയവൽക്കരിക്കാൻ അവിടെ നുഴഞ്ഞു കയറിയവർക്കാണ്. തിരുവനന്തപുരത്തെ പോലീസ് നടപടി സംബന്ധിച്ച് MA ബേബി നടത്തുന്ന പുതിയ വിശദീകരണം പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ നേരത്തെ നടത്തിയ അഭിപ്രായം തള്ളിക്കളയാൻ ബേബി തയ്യാറല്ല. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് CPM സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തതായി അല്ലെങ്കിൽ വിലയിരുത്തിയതായി മാധ്യമ റിപ്പോർട്ടുകളിൽ കാണുന്നു. എന്താണ് പ്രതികരണം? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുക. അതിന്മേൽ പോൾ ബ്യൂറോ അംഗമായ ഞാൻ വേറൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടി വ്യക്തവും ശുദ്ധവുമായ ഭാഷയിൽ ചോദിച്ചാൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിലപാട് വിശദീകരിച്ചല്ലോ. ആ നിലപാട് ഞാൻ വ്യക്തിപരമായി ഇനി ഒരു നിരൂപണ വിഷയമാക്കേണ്ടതില്ല. എബ്രഹാം മാത്യു, റിപ്പോർട്ടർ, മലപ്പുറം.